എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2001 പുറത്തിറങ്ങിയ ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ രാവണപ്രഭുവിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് ഈ കഴിഞ്ഞുപോയ ഒക്ടോബർ 10-നാണല്ലോ റിലീസ് ചെയ്തത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 68 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. തുടർന്ന് ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ ആദ്യ ശനിയാഴ്ച 72 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം നേടുകയുണ്ടായി. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗംഭീര റെസ്പോൺസ് തിയേറ്ററുകളിൽ ചിത്രത്തിന് ലഭിച്ചതോടുകൂടി തന്നെ ചിത്രത്തിന്റെ 2 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 1,40 ലക്ഷം രൂപ കഴിഞ്ഞിരുന്നു. ഇന്നലെ ചിത്രത്തിന്റെ 3-ാം ദിവസമായ ആദ്യ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ചിത്രത്തിന് ആദ്യ ദിവസത്തെക്കാളും 2-ാം ദിവസത്തെക്കാളും കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിലടക്കം നേടാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ രാവണപ്രഭുവിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് ആഗോള ബോക്സ് ഓഫീസിൽ 1,80 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ 3-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 80 ലക്ഷത്തിന് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതോടെ 3 ദിവസങ്ങൾ കൊണ്ട് രാവണപ്രഭുവിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് കേരള ബോക്സ് ഓഫീസിൽ 2,25 ലക്ഷം രൂപ കഴിഞ്ഞെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 3-ാം ദിവസം ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും വിറ്റുപോയത് 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. തുടർച്ചയായി വരുന്ന ലാലേട്ടന്റെ റിലീസ് ചിത്രങ്ങൾക്ക് വൻ പ്രേക്ഷക പിന്തുണയും ഫാമിലി സപ്പോർട്ടുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പല തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന വീഡിയോസ് തന്നെ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ആഘോഷിച്ചാണ് രാവണപ്രഭു എന്ന സിനിമ തിയേറ്ററുകളിൽ ഫാമിലി ഓഡിയൻസ് അടക്കം ആഘോഷിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇന്ന് വരെ ഇറങ്ങിയ റിലീസ് ചിത്രങ്ങളുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രമായിട്ട് രാവണപ്രഭു മാറാനുള്ള എല്ലാ ചാൻസും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ രാവണപ്രഭു റിലീസ് ചെയ്തിട്ട് ഇന്ന് 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരൊക്കെ ചിത്രം തിയേറ്ററുകളിൽ പോയി ചിത്രത്തിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.